ഒരു നാൾ ഒരു ബ്രാഹ്മിൻ അദ്ദേഹത്തിന് കൊട്ടാരത്തിൽ നിന്നും ഒരു ഗിഫ്റ്റായിട്ട്, ഒരു സമ്മാനമായിട്ട് ഒരു കഴുതയെ ലഭിച്ചു. അങ്ങനെ ഈ ബ്രാഹ്മണനും തൻ്റെ കൗമാരക്കാരൻ പയ്യനുമായിട്ട് ഈ കഴുതയുമായിട്ട് തിരിച്ച് അവരുടെ വീട്ടിലേക്ക് കൊട്ടാരത്തിൽ നിന്ന് നടന്നു വരികയാണ്. അങ്ങനെ വരുന്ന വഴിക്ക് ഒരു ഗ്രാമീണൻ ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ നടന്നു പോകുന്നത് ഈ വെയിലത്ത്? ഈ കഴുതപ്പുറത്ത് ഇരുന്ന് യാത്ര ചെയ്ത് പൊയ്ക്കൂടെ എന്ന് ഈ ഗ്രാമീണൻ ചോദിച്ചു. അങ്ങനെ ഈ ബ്രാഹ്മണൻ ആയിട്ടുള്ള അച്ഛനും മകനും ഈ കഴുതപ്പുറത്ത് രണ്ടുപേരും കൂടി കയറി ഇരുന്നിട്ട് യാത്ര തുടർന്നു. അപ്പോൾ കുറച്ച് മുന്നിലേക്ക് പോയപ്പോഴത്തേക്ക് മറ്റൊരു വ്യക്തി ചോദിച്ചു, നിങ്ങൾക്കൊരു മനസാക്ഷിയുണ്ടോ? നിങ്ങളുടെ രണ്ടുപേരുടെ ഭാരം ഈ കഴുത ചുമക്കണ്ടേ? ആരെങ്കിലും ഒരാൾ ഇറങ്ങി ഒരാൾ ഇരുന്നോട്ടെ, അത്രയും ഭാരം കഴുതയ്ക്ക് കുറയുമല്ലോ. അപ്പോൾ അത് കേട്ടുകൊണ്ട് കൗമാരക്കാരൻ പയ്യൻ കഴുതപ്പുറത്ത് യാത്ര തുടരുകയും ഈ അച്ഛൻ താഴേക്ക് ഇറങ്ങി കൂടെ നടക്കുകയും ചെയ്തു. കുറച്ചും കൂടി മുന്നിലേക്ക് നടന്നപ്പോൾ മറ്റൊരാൾ ചോദിച്ചു, ആ പയ്യനോട്, ലജ്ജ ഉണ്ടോടാ നിനക്ക്? ഈ പ്രായമായ അച്ഛനെയാണോ നടത്തിക്കുന്നത്? ഉടൻ തന്നെ എന്ത് ചെയ്ത് ഈ ബ്രാഹ്മൺ അദ്ദേഹം കഴുതപ്പുറത്ത് കയറി ഇരുന്നിട്ട് ഈ പയ്യനെ താഴെ ഇറക്കി വെച്ചു. അപ്പോൾ കുറച്ചും കൂടി മുന്നിലേക്ക് നടന്നപ്പോൾ വീണ്ടും എന്തുവായി? ആ വയസ്സായി, നിങ്ങൾക്ക് ബുദ്ധിയുണ്ടോ? ഈ കൊച്ചു പയ്യനെയാണോ ഇങ്ങനെ വെയിലത്ത് നടത്തിക്കുന്നത്? നിങ്ങൾക്ക് പ്രായത്തിൻ്റെ പക്വതയൊക്കെ ഇല്ലേ? അങ്ങനെ വീണ്ടും ഈ പയ്യൻ കഴുതപ്പുറത്ത്, അച്ഛൻ താഴെ. അങ്ങനെ ഒടുക്കം വീണ്ടും കുറച്ചുകൂടെ മുന്നിലേക്ക് പോയപ്പോഴത്തേക്ക് വീണ്ടും മറ്റൊരാൾ, നിങ്ങൾക്ക് രണ്ടുപേർക്ക് കഴുതപ്പുറത്തിന് നടന്നുകൂടെ? അങ്ങനെ വീണ്ടും ഇരുവരും കഴുതപ്പുറത്ത്. കുറച്ചും കൂടെ മുന്നിലേക്ക് പോയപ്പോഴോ, ഈ ഭാരം ഈ കഴുത ചുമക്കണ്ടേ? നിങ്ങൾക്കൊരു മനുഷ്യത്വം വേണ്ടേ? അങ്ങനെ ഒരു കാര്യം ചെയ്യും, നിങ്ങൾ ഈ കഴുതയെ ചുമക്കൊണ്ട് നടക്കും, നിങ്ങൾ ചുമന്ന് പോവും. ആ കഴുതയ്ക്ക് നിങ്ങൾ ഇത്രയും ഭാരം കൊടുത്തല്ലേ. അങ്ങനെ ഈ അച്ഛനും മകനും ഈ കഴുതയെ ചുമന്നുകൊണ്ട് അവർ വീട്ടിലെത്തി എന്നുള്ളതാണ് ഒരു പഴയ കഥ. അതുകൊണ്ട് ഈ പൊതുജനം പലവിധം, പല അഭിപ്രായങ്ങൾ, കാരണം ഓരോരുത്തരും അവരവരുടെ കാഴ്ചപ്പാടും മനോഭാവവും അവരുടെ സംസ്കാരവും സംസ്കൃതിയും അവരുടേതായ DNA അല്ലെങ്കിൽ ജനറ്റിക് ഫാക്ടേഴ്സ്, ഹെറിറ്ററി ഫാക്ടേഴ്സ് ഒക്കെ കൊണ്ട് ഓരോരുത്തരും ജീവിതത്തെ നോക്കിക്കാണുന്നത്, വീക്ഷിക്കുന്നത് വ്യത്യസ്തമായിട്ടുള്ള മനോഭാവം, കാഴ്ചപ്പാടിലൂടെ ആയിരിക്കും. അതുകൊണ്ട് ഈ അഭിപ്രായം ഇരുമ്പൊലക്ക എന്ന് പറയും പണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളേതായ സ്വബുദ്ധിയും അഭിപ്രായവും വ്യക്തതയും ഉണ്ടാകണം. അല്ല ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയുന്നതുകൊണ്ട് മാറിയും തിരിഞ്ഞും നിങ്ങളുടെ ഉദ്ദേശ ലക്ഷ്യം വ്യതിചലിച്ചു പോകാൻ പാടില്ല. നിങ്ങൾക്ക് വ്യക്തമായ ദിശാബോധം ഉണ്ടാവണം. നിങ്ങൾ ആ ലക്ഷ്യബോധത്തിൽ എത്തുക തന്നെ വേണം. ആര് എന്ത് വിമർശിച്ചാലും എന്ത് പറഞ്ഞാലും ശരി തന്നെ ആ ഫോക്കസ് നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല. പ്രതിസന്ധികളുണ്ടാവും, തടസ്സങ്ങളുണ്ടാവും. ഇതെല്ലാം തരണം ചെയ്ത് ആരെന്ത് പറഞ്ഞാലും ശരി തന്നെ നിങ്ങളുടെ ഉദ്ദേശ ലക്ഷ്യം നല്ലതെങ്കിൽ അതിൽ നിങ്ങൾ എത്തുക തന്നെ വേണം. മറ്റാരുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വിമർശനങ്ങളും വകവയ്ക്കേണ്ട. അതാണ് ഈ കഥയുടെ പൊരുൾ. എന്തായാലും നമ്മുടെ വിസ്ഡം ആൻഡ് മെഡിറ്റേഷൻ, അറിവിൻ്റെ മുത്തുകൾ, NP സ്കൂൾ ഓഫ് തോട്ട്സ്, നമ്മുടെ വിസ്ഡം ആൻഡ് മെഡിറ്റേഷൻ എന്നത് ഉക്കുലേലെ മെഡിറ്റേഷൻസും കൂടിയാണ്. ഇതിൽ സുഗന്ധം, ജ്ഞാനം, അറിവ്, സംഗീതം, ധ്യാനം ഇതെല്ലാം കൂടി കോർത്തിണക്കിക്കൊണ്ടുള്ളതാണ് നമ്മുടെ ഉക്കുലേലെ മെഡിറ്റേഷൻ. ഒന്ന് അനുഭവിക്കൂ, ജീവിതം ധന്യമാക്കി തീർക്കൂ, വിജയകരമാക്കി തീർക്കുക. ഞാൻ കൊല്ലം മൈത്തിലെ മെഡിറ്ററീന ഹോസ്പിറ്റലിലെ സൈക്കോളജിസ്റ്റാണ്. 9605743596 എൻ്റെ നമ്പർ. ഇല്ലെങ്കിൽ കഴുതയെ ചുമക്കേണ്ട അവസ്ഥ ഉണ്ടാകാതിരിക്കട്ടെ. നന്ദി.